ഹലോ! ഡൽഹി ടു ട്രിവാൻഡ്രം ട്രെയിനിൽ നിന്ന് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം. ഞാൻ ഒരു ദിവസം മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. കാരണം നെക്സ്റ്റ് ടൈം സെയിം ഫുഡ് ആയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. രാവിലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. പ്ലസ് ഗ്രീൻ പീസ് പുഴുങ്ങിയതുണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, സോസ് ഉണ്ടായിരുന്നു, ടീ ഉണ്ടാക്കേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചേട്ടൻ നോൺ വെജ് ആണ് പറഞ്ഞത്. ഞാൻ വെജ് ആണ് പറഞ്ഞത്. ചേട്ടന് ചോറ്, ചിക്കൻ കറി, ദാല്, മിക്സ് വെജ്, പിന്നെ 2 ചപ്പാത്തി, പിക്കിൾ, പിന്നെ തൈര്. ഇത്രയാണ് ചേട്ടനുണ്ടായിരുന്നത്. ഞാൻ വെജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ മാറിയിട്ട് പനീർ കറിയാണ് ഉണ്ടായിരുന്നത്. ബട്ട് അതെന്നെ തേച്ചു. പനീർ ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. സാധാരണ ട്രെയിനിൽ നിന്നുള്ള പനീർ അത്യാവശ്യം കൊള്ളാവുന്നതാണ്. ബട്ട് ഇത് ഒട്ടും കൊള്ളില്ലായിരുന്നു. പക്ഷേ ചിക്കൻ കറി കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, തൈരിൽ ഈ പിക്കിളിട്ട് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ പിക്കിൾ എനിക്ക് അങ്ങനെ വരുമോ എന്നറിയില്ല. ബട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പിക്കിളിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സ്വീറ്റായിട്ട് നമുക്ക് ഐസ്ക്രീമും കൂടെ തരുന്നു. സാധാരണ ഗുലാബ് ജാമുനൊക്കെ തരാറുണ്ട്. ബട്ട് ഇപ്പം ഐസ്ക്രീമാണ് തന്നത്. പിന്നെ ഈവനിങ് ടൈം ടീ ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയുണ്ടായിരുന്നു, സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, കച്ചോരി ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു പാക്കറ്റിൽ ഫുള്ള് പൊരി എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ സോൻ പാപ്പടി, ടീ ഉണ്ടാക്കേണ്ട സംഭവങ്ങൾ, സോസ്, ഇത്രയാണ് ഉണ്ടായിരുന്നത്. കച്ചോരി എനിക്ക് എപ്പോഴത്തെയും അത്ര പോരാ എന്ന് തോന്നി. ഇത് അത്ര പോരാന്ന് എനിക്ക് തോന്നി. നൈറ്റ് ഞാൻ ബുദ്ധിപരമായിട്ട് നോൺ വെജ് പറഞ്ഞു. അതിൽ ചോറുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഡാൽ ഉണ്ടായിരുന്നു, മിക്സ് വെജ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് പെട്ടുപോയതുപോലെ ഞാൻ രാത്രി പെട്ടുപോയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഐസ്ക്രീം കഴിച്ച് നിർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.